രാത്രി 2 മണിക്ക് ഹൈദരാബാദിൽ സൈക്കിൾ ഓട്ടുന്ന ഒരു പെണ്ണിന്റെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റയിൽ വൈറലാണല്ലോ. അത് കണ്ട് ചെന്ന് കയറി കൊടുത്ത് പണി മേടിച്ചത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹൈദരാബാദിലെ നർസിംഗി സൈക്ലിംഗ് ട്രാക്കിലാണ് നമ്മൾ സൈക്കിൾ ഓടിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. സ്മാർട്ട് ബൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആപ്പ് ആദ്യമേ ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് അതിനുള്ളിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ട് ഈ കാണുന്ന സൈക്കിളിൻ്റെ അകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ആ സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും QR കോഡ് സ്കാനിങ്ങും പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതും. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഈ പറയുന്ന അത്രയും ബൈക്കൊന്നും ഇവിടെ ഇല്ല. ഉള്ളതിനകത്താണെങ്കിൽ ചാർജും ഇല്ല. മാനുവലായിട്ട് ഓടിക്കാൻ പറ്റുന്ന പെഡലിംഗ് സൈക്കിളിനാണെങ്കിൽ ലോക ക്യൂ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അടിയും വഴക്കും ഇടിയും കുത്തും തള്ളും എല്ലാം ഉണ്ട് ഒരു സൈക്കിൾ കിട്ടാൻ വേണ്ടി. നമ്മൾ 2 മണിക്കൂറോളം ഇവിടെ ഒരു സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് മടുത്ത അവസാനം ഇനി സൈക്കിളോ ഓടിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ആ ട്രാക്കൊന്ന് നടന്ന് കാണാമെന്നുള്ള സിറ്റുവേഷനായി. അങ്ങനെ നമ്മളാണെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ട് നടക്കാതിരിക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ. കണ്ണിൻ്റെ മുന്നിൽ കൂടി ആൾക്കാർ സൈക്കിൾ ഓട്ടുന്നു, നമ്മളിവിടെ നടക്കുന്നു. അത് മാത്രമല്ല, എനിക്ക് ആകെ വിഷമം തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓടിച്ചെന്ന് ആൾക്കാരുമായിട്ട് ഇടിയുണ്ടാക്കി വേണം ആ QR കോഡ് സ്കാൻ ചെയ്യാൻ. ഞങ്ങളൊരു സൈക്കിൾ കണ്ടുപിടിച്ച് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കൂടി കൈയിട്ട് ഒരുത്തൻ അതിനകത്ത് സ്കാൻ ചെയ്ത് നമ്മളെടുക്കുന്ന ബൈക്ക് 1 സെക്കൻഡ് മുന്നേ അവന് ഓക്കെ ആയി കിട്ടി. ആ സൈക്കിൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ എത്ര പറഞ്ഞിട്ടും ആ മനുഷ്യൻ അത് എൻ്റെ ബൈക്കാണെന്നും പറഞ്ഞ് എടുത്തിട്ട് പോയി. ഇതെനിക്ക് സങ്കടവും വിഷമവും നിസ്സഹായതയും കൊണ്ട് വയ്യാണ്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ?